ഹായ് എവരിവൺ, ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആരും ക്യാപ്ഷനും അതുപോലെ തന്നെ നമ്മുടെ തംബ്ലൈനും കണ്ട് കൺഫ്യൂഷൻ ആവേണ്ട. മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്തുകൊണ്ടാണ് ഓൺ വോയിസിൽ വരാനുള്ള കാരണമെന്ന് വീഡിയോ അവസാനത്തേക്ക് ഞാൻ പറയാം. വിഷയം മറ്റൊന്നല്ല, നമ്മൾ ഹൈറിച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷനൊക്കെ തന്നെ നമ്മൾ കൂടുതലും അറിയുന്നത് യൂട്യൂബേഴ്സിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുക അധികം യൂട്യൂബിലാണ്. ഹൈറിച്ച് ലേറ്റസ്റ്റ് ന്യൂസിനോ അല്ലെങ്കിൽ ഹൈറിച്ച് ലേറ്റസ്റ്റ് അപ്ഡേഷനൊക്കെ സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസും അപ്ഡേഷനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് സെർച്ച് ചെയ്താണ് യൂട്യൂബിൽ. അപ്പം ഒരുപാട് പഴയ വീഡിയോകളൊക്കെ കണ്ടു. അപ്പം ഇന്നത്തെ അപ്ഡേഷനാണല്ലോ നമുക്കറിയേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ഹിന്ദിക്കാരൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വീഡിയോ മുഴുവൻ കണ്ട സമയത്ത് എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല. പലരും ഹൈറിച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ചിരിച്ചിട്ട് ഇങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാറുള്ളത്. അപ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഇവരെന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് എന്തിനാണ് അവർ ഇത്രയും കാലം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചാൽ അവർക്ക് ഈ ചിരി അടക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ഹൈറിച്ചിൻ്റെ ഒരു വിശദീകരണം ഇന്നൊരു ഹിന്ദിക്കാരന് കേട്ടപ്പോൾ എനിക്കും ചിരി അടക്കാൻ പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹം വളരെ വാചാലനായിട്ട് പറയുകയാണ്, इसकी वजह से बहुत सारे लोगों को पूल इनकम नहीं मिला, लेकिन सब लोगों को जो है इकट्ठा पूल इनकम आने वाला है. 31 तारीख बोला गया था, तो देखते हैं 1 तारीख का हियरिंग के बाद में भी हो सकता है. ठीक है, तो पूल इनकम भी आएगा दोस्तों. और विड्रॉल की जो बात कही गई है कि जैसे अकाउंट डिफ्रीज होता है, 2 अकाउंट उनका बड़ा अकाउंट डिफ्रीज होने की संभावना है. ठीक है, और 2 नया अकाउंट कंपनी खोलने की बात कर रही है. ठीक है, तो वहां से हम लोगों को विड्रॉल आएगा दोस्तों. ठीक है, और धीरे धीरे कंपनी के जितने भी अकाउंट्स है, क्योंकि बैंक का कोई प्रोसेस होता है, 1 हफ्ता लगता है डिफ्रीजिंग के लिए, वो प्रोसेस पूरा कंप्लीट करके कंपनी सारे अकाउंट को जो है डिफ्रीज करवाएगी. और आपको गुड न्यूज ये है कि एक नया प्लान हमारा बाइनरी में आने वाला है. सब लोगों के लिए गुड न्यूज है. और नया प्लान जब बाइनरी में आएगा दोस्तों, ഹൈറിച്ചിൻ്റെ പൂളിംഗം അതും അദ്ദേഹം പറയുന്നത് ഒരുമിച്ച് കിട്ടുന്നതാണ്. ഇതുവരെയുള്ള പൂളിംഗം ഒരുമിച്ച് കിട്ടുന്നു. അപ്പോൾ അതിൽ കട്ട എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട എന്ന് പറഞ്ഞ സാധനം ഞാൻ ഹിന്ദിയിൽ കുറേ സെർച്ച് ചെയ്ത് നോക്കി. ഈ കട്ട എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? കട്ട മിലേക എന്ന് പറയുമ്പോൾ ഇതെന്താ സംഭവം? കട്ടിട്ട് കൊണ്ടുവന്ന് തരുന്നതാണോ? അങ്ങനെ ഒരു മീനിങ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഈ കട്ട എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള പൂളിംഗം ഒരുമിച്ച് കിട്ടും എന്നാണ് ഈ കക്ഷി പറയുന്നത്. അപ്പോൾ ഏകദേശം 2-3 മാസമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നിലച്ചൊരു സാധനം അതുവരെയുള്ള പൂളിംഗം ഒരുമിച്ച് കിട്ടുമെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ചിരി അടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിത് ഓൺ വോയിസിൽ വരിക എന്ന് പറഞ്ഞത് പ്രധാന കാരണം. ചിരിക്കാതെ ഈ വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 2 അക്കൗണ്ട് ഇപ്പം ഡിഫ്രീസ് ചെയ്യും, പിന്നെ കമ്പനി ഒരു പുതിയ അക്കൗണ്ടും കൂടി എടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് എന്തായാലും കിട്ടും, നമ്മുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട്, നമ്മളെ മാനേജ്മെൻറ്റ് ലീഡേഴ്സൊക്കെ തന്നെ കോർട്ടിൻ്റെ പുറത്ത് റൂം എടുത്തിട്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതുപോലെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ഒറ്റ വീഡിയോ കണ്ടിട്ടുള്ളൂ. അതോടുകൂടി ഞാൻ സംഭവം നിർത്തി. ഇത് തിരയുന്ന സംഭവം ഇത് തിരഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലുതായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത്.